പിന്നെ എന്തെന്തോമാ സ്പെഷ്യല്? ഇന്നൊരു സ്പെഷ്യൽ കടലക്കറിയാമോ നമ്മളിന്ന് വെക്കാൻ പോകുന്നത്? ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്, സവോള. പിന്നെ നമ്മൾ കുക്കറിനകത്തോട്ട് കടല ആദ്യം നമുക്ക് വേവിക്കാം. നോർമലി ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മൾ കടല വേവിക്കാൻ വെക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടെ ആഡ് ആക്കുന്നുണ്ട്. പിന്നെ നമ്മളെന്നും ചെയ്യുന്നതുകൊണ്ട് ചീനിച്ചട്ടിക്കകത്ത് നമ്മൾ കടുക് വറുത്തൊഴിക്കുന്നു. പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നു. ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു. പിന്നെ അത് വാടി വരുമ്പോൾ നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നു. പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ വാടി വന്ന് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പൊടികൾ ചേർക്കാൻ. നോർമലി ചേർക്കുന്ന തൊട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല. എന്നിട്ട് ഇത് നമ്മൾ പച്ചമണം മാറുന്നിട വരെ ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ഇതിന് പച്ചമണം വരും. അടുത്ത നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു പുളിയില്ലാത്ത 2 സ്പൂൺ തൈരും കൂടെ ആഡാക്കി കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്, ഞാൻ പറഞ്ഞ സ്പെഷ്യൽ കടലക്കറി. പിന്നെ കുറച്ച് നമ്മൾ മാറ്റി വെച്ചായിരുന്നു കടല വേവിച്ച്, അതും കൂടെ അരച്ചിട്ട് ഇതിനകത്തോട്ട് ആഡാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കുക. പിന്നെ അത് ദാണ്ട് നല്ല സെറ്റായി തിളച്ച് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയായി. അങ്ങനെ പുട്ടിൻ്റെ കൂടെ നമ്മൾ കഴിക്കാൻ പോവുകയാണ്. പുട്ടും കടൽക്കറിയായിരുന്നു രാവിലെ. ഇതെല്ലാവരും മസ്റ്റായിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് തൈര്.